മെറി ക്രിസ്മസ് ടു ഓൾ. അപ്പം നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എവിടം വരെയായി? അപ്പം നമ്മുടെ ക്രിസ്മസ് ഒന്ന് കണ്ടാലോ? റോറ ബേബി ആയിട്ടുള്ള ക്രിസ്മസ് ഒക്കെ എവിടം വരെ? റോറ ഭയങ്കര ക്രങ്കി ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുറച്ചൊക്കെ പാലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് സെറ്റിൽ ചെയ്ത് ഉറക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പാലൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അവൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് അടുക്കളയിലേക്ക് പോകണം. അപ്പോൾ ഇച്ച അവിടെ ഓൾറെഡി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇറച്ചി മീനൊക്കെ വെട്ടി തേച്ച് കഴുകി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ടൈമും കൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്യുവാണ്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. കാരണം റോറ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അവളെ പോയി നോക്കി, പിന്നെയും പോയി നോക്കി അങ്ങനെ 5-6 പ്രാവശ്യം പോയി നോക്കി. അവൾ ഓക്കെയാണ്, ഉറങ്ങുവാണ്. അപ്പം ഞാൻ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇച്ചും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ കുക്കിങ്ങിലേക്ക് കടന്നു. അപ്പം ഇച്ചു എല്ലാം ക്ലീനിങ് സെക്ഷൻ എല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പരിപാടി എല്ലാം ഈസി ആയിട്ട് കഴിയുമല്ലോ. അങ്ങനെ ഞാൻ ഇച്ചു മാത്രമായതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പം റോറ ബേബി എഴുന്നേറ്റു. പിന്നെ ഉറക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുക്കിംഗ് തകൃതിയായി നടക്കുന്നു. ചിക്കൻ മാറ്റി വെച്ചു, കുക്ക് ചെയ്ത് അടുത്ത അടുപ്പിലേക്ക് സെറ്റ് ചെയ്തു. ഞാൻ ആ സമയം കൊണ്ട് മീൻ കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം വേറെ ആരും വരുന്നില്ലാത്ത കാരണം എൻ്റെ കറിയൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റും. ഞാൻ വലിയ കുക്കല്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചടപട മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം മീൻ കറിയിലേക്ക് വാരിയിട്ടു. അപ്പം കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നല്ല തിളതിള വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു ക്രിസ്മസ് വിരുന്നെന്ന് പറയുന്നത്. നമ്മൾ 2 പേരേ ഉള്ളൂ, നമുക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഡിയേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.